രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൽ അഷ്ടപതി കാണാനിരിക്കുന്ന പ്രിയപ്പെട്ട രാധാഭക്തരെ, കൃഷ്ണഭക്തരെ, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ ഇതിൻ്റെ 1 എന്നുള്ള ഭാഗം കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി. ഗുരുവായൂരപ്പനും രാധാജിയും അനുഗ്രഹിച്ചാൽ കൃത്യമായി നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അഷ്ടപതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണി കി ജയ്. നമ്മുടെ മാതാവ് രാധാറാണി കി ജയ്. നമുക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന നമ്മുടെ പൊന്നു രാധാറാണി അമ്മ കി ജയ്. നമ്മളെ സർവ്വ രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അഷ്ടപതിയാണ്, 9ാമത്തെ അധ്യായമാണ്, 9ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് ശ്രീകല എടക്കര വളരെ മനോഹരമായി നമുക്ക് പാടിത്തന്നിട്ടുണ്ട്. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9645333999. സ്പോക്കൺ ഇംഗ്ലീഷ് 8 എപ്പിസോഡ് വരെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. തുടർന്ന് സമയം കിട്ടുമ്പോൾ ഞാൻ ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി,
അപ്പം ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിശ്ചയമായും പുതിയ സബ്സ്ക്രൈബേഴ്സ് അത് കാണണം. പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്നതും കാണണം. പ്രണയം എങ്ങനെ വിജയിക്കാം, അത് പ്രണയിക്കുന്ന പെൺകുട്ടികളും കാണണം, അവരുടെ മാതാപിതാക്കളും നിർബന്ധമായും കണ്ടിരിക്കണം. പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കൾ ദൂരത്ത് പഠിക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കണം. ഉടൻ തന്നെ ശ്രീബുദ്ധൻ്റെ കഥകൾ നമ്മൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രീകല എടക്കര ഇത് പാടിത്തരുന്നത് കേട്ടോളൂ. അതിനുശേഷം ഞാൻ അഷ്ടപതി ക്ലാസ് തുടരുന്നതാണ്. സാരോമാഞ്ചതി സീൽകരോതി വിലപദ്യുത്കമ്പതേ താമ്യതി ധ്യായത്യുദ്ഭ്രമതി പ്രമീലതി പതദ്യുദ്യാദിമൂർച്ഛത്യപി ഏതാവത്വതനുജ്വരേ വരതനുർജീവേന കിം തേ രസാദ് സർവൈദ്യപ്രതിമ പ്രസീദസി യദി ത്യക്താന്യഥാന്യത് പരം. അപ്പോൾ നമ്മുടെ ശ്രീകല ഇത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ വായിക്കാം, നോക്കിക്കോളണം. ഇച്ചിരി വലിയ ശ്ലോകമാണ്. സ രോമാഞ്ചതി സീൽ കരോതി വിലപദ്യുത്കമ്പതേ താമ്യതി ധ്യായത്യുദ്ഭ്രമതി പ്രമീലതി പദദ്യുദ്ധ്യാദി മൂർച്ഛത്യപി ഏതാവന്ത്യ തനുജ്വരേ വരതനൂർജീവേന്ന കിം തേ രസാദ് സ്വർവൈദ്യപ്രതിമ പ്രസീദസി യദി ത്യക്താന്യധാന്യധാന്യത് പരം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ്. ഒരു വാക്ക് 2 തവണ അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രസീദസി യദി ത്യക്താന്യധാന്യധാന്യത് പരം എന്നാണത് വായിക്കുന്നത് നമ്മൾ. ഇനി അർത്ഥം എഴുതിക്കോ. സ രോമാഞ്ചതി, സ രോമാഞ്ചതി സമം രോമാഞ്ചം കൊള്ളുന്നു, രോമാഞ്ചം കൊള്ളുന്നു. സീൽ കരോതി സമം സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നു. സീൽ കരോതി സമം സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ പാമ്പിൻ്റെയൊക്കെ ചീറ്റൽ പോലത്തെ ശബ്ദം. വിലപതി, വിലപതി വിലപിക്കുന്നു, വിലപിക്കുന്നു. ഉൽക്കമ്പതേ, ഉൽക്കമ്പതേ വിറയ്ക്കുന്നു, വിറയ്ക്കുന്നു. ഇത് ചേർത്തെഴുതുമ്പോഴാണ് വിലപദ്യുത്കമ്പതേ എന്ന് പറയുന്നത്. അടുത്തത് താമ്യതി, താമ്യതി തളരുന്നു, തളരുന്നു. ധ്യായതി, ധ്യായതി ധ്യാനിക്കുന്നു, ധ്യാനിക്കുന്നു. ഉദ്ഭ്രമതി, ഉദ്ഭ്രമതി ഭ്രമിക്കുന്നു, ഭ്രമിക്കുന്നു. പ്രമീലതി, പ്രമീലതി കണ്ണടയ്ക്കുന്നു. പതതി, പതതി വീഴുന്നു. ഉദ്യപതി, ഉദ്യപതി എഴുന്നേൽക്കുന്നു. പതതദ്യുദ്യാദി, പതതദ്യുദ്യാദി വീണട്ടെഴുന്നേൽക്കുന്നു. മൂർച്ഛതി അർത്ഥം ബോധം കെട്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു, മോഹാലസ്യപ്പെട്ട് വീഴുന്നു. ഏതാവതി സമം ഇപ്രകാരമുള്ള, ഇപ്രകാരമുള്ള. അതനുജ്വരം, അതനുജ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമജ്വരം. ഇപ്രകാരമുള്ള കാമജ്വരം എന്നാണ് അതിനർത്ഥം. അതാണ് അതനുജ്വരം. ഏതാവത്യതനുജ്വരേ, ഇത് ചേർത്തെഴുതുമ്പം ഏതാവദ്യ അനുജ്വരേ, ഇപ്രകാരമുള്ള കാമജ്വരം, ഇപ്രകാരമുള്ള കാമജ്വരം. വരതനു, വരതനു സമവിട്ടിട്ട് സുന്ദരി, വരതനു സുന്ദരി. ജീവേന്ന, ജീവേന്ന ജീവിച്ചിരിക്കെ, ജീവിച്ചിരിക്കെ. കിം തേ മറ്റെന്ത് തന്നെ, കിം തേ മറ്റെന്ത് തന്നെ. രസാദ് സമവിട്ടിട്ട് ശൃംഗാരരസം, ബ്രാക്കറ്റിൽ ഔഷധമൊന്നും കൂടെ എഴുതും. അതെന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. രസാദ് സമവിട്ടിട്ട് ശൃംഗാരരസം, ബ്രാക്കറ്റിൽ ഔഷധം എന്നെഴുതും.
സ്വർവൈദ്യ പ്രതിമ എഴുതിക്കോ. സ്വർവൈദ്യ പ്രതിമ അശ്വനി ദേവന്മാർക്ക് തുല്യമായ എന്നാണ് അർത്ഥം. അശ്വതി ദേവന്മാർക്ക് തുല്യമായ രൂപം എന്നാണ്. പ്രതിമ എന്ന് പറഞ്ഞാൽ അവിടെ രൂപം. അശ്വനി ദേവന്മാർക്ക് തുല്യമായ രൂപം. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ദേവവൈദ്യന്മാരായ ദസ്രൻ, ദോശയുടെ ദ, സാ ഇട്ടിട്ട് ചുനുപ്പ്, ദസ്രൻ, നാ സത്യൻ, നമ്മുടെ സത്യൻ എഴുതിയിട്ട് ഒരു നാ സത്യൻ, ഇവരെയാണ് അശ്വിനി ദേവന്മാരെന്ന് വിളിക്കുന്നത്. പ്രസീദസി, പ്രസീദസി അർത്ഥം എഴുതിക്കോ. പ്രസാദിക്കുക ആണെങ്കിൽ. പ്രസീദസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസാദിക്കുക ആണെങ്കിൽ. തെക്ത അന്യഥ എഴുതിക്കോ. തെക്ത അന്യഥ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ എന്നാണ് അർത്ഥം. തെക്ത അന്യഥ അതല്ലെങ്കിൽ. അടുത്തത് അന്യത്പരം. അന്യത്പരം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അന്യൽപരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ അർത്ഥമെല്ലാം എഴുതിയല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാധാജിയുടെ വിരഹവേദന, രാധാജി അനുഭവിക്കുന്ന മാനസികാവസ്ഥകൾ ഈ ശ്ലോകം തൊട്ട് തോഴി അങ്ങോട്ട് പിന്നെ കൃഷ്ണന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അധ്യായം തീരുന്നത് വരെ രാധാറാണിയുടെ മനസ്സിലുണ്ടാകുന്ന വിരഹവേദനയും അത് കേൾക്കുമ്പോഴുള്ള കൃഷ്ണന്റെ അവസ്ഥയും ഇവിടെ പറയുകയാണ്. അല്ലയോ കൃഷ്ണ, നിന്നെ കാണാത്തതു കൊണ്ട് രാധാറാണിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. രാധാറാണി പലപ്പോഴും രോമാഞ്ചം കൊള്ളും, അതോടൊപ്പം സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കും, എന്നിട്ടോ വിലപിക്കും, വിങ്ങി വിങ്ങി കരയും കൃഷ്ണ നിന്നെ ഓർത്ത്. അവിടം കൊണ്ടും തീരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടയ്ക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനത്തിൽ നിന്നെ ഓർക്കുകയാണ്, കണ്ണുകൾ അടച്ച് നിന്നെ എടുക്കുകയാണ്. രാധാജി പലപ്പോഴും എണീക്കാൻ ശ്രമിക്കുമ്പം വീണു പോകുന്നു, വീഴുന്നിടത്തുനിന്ന് പിന്നെയും എഴുന്നേക്കുന്നു. ചില സമയത്ത് രാധാറാണി അല്ലയോ കൃഷ്ണ മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് വീഴുന്നു. നോക്കൂ, സ്വർഗലോകത്തെ വൈദ്യന്മാരാണ് അശ്വനി ദേവന്മാര്. അവർക്ക് തുല്യനായവനെ ഇവിടെ രാധാറാണിക്ക് കാമജ്വരമെന്ന അസുഖം പിടിപെട്ടിരിക്കുന്നു. അല്ലയോ കൃഷ്ണ, അങ്ങ് വിചാരിച്ചാൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ശൃംഗാര രസം എന്ന ഔഷധമാണ് നൽകേണ്ടത്. അത് നൽകിക്കഴിഞ്ഞാൽ അശ്വിനി ദേവന്മാർക്ക് തുല്യനായിട്ടുള്ള കൃഷ്ണ ഭഗവാൻ നൽകിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വൈദ്യന്റെ കാര്യത്തിൽ അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ രാധാറാണി രക്ഷപ്പെടും. അങ്ങനെ കൃഷ്ണ നിനക്ക് രാധാറാണിയെ രക്ഷപ്പെടുത്തിക്കൂടെ? മറിച്ചാണെങ്കിൽ, അതായത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ, കൃഷ്ണൻ അതിന് തയ്യാറായില്ല എങ്കിൽ പിന്നെ എന്തും സംഭവിക്കാം, കാര്യങ്ങൾ കൈവിട്ടു പോകാം കൃഷ്ണ. അവിടെ മരണം വരെ വേണമെങ്കിൽ സംഭവിക്കാം എന്ന് തോഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ശ്ലോകമാണ്. അതായത് കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ രാധാജിയും കൃഷ്ണനും തമ്മിൽ ഇപ്പം കണ്ടുമുട്ടുന്നില്ല. അപ്പം രാധാജി ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൃഷ്ണനെ കുറിച്ച് ഓർക്കും. കൃഷ്ണനെ കുറിച്ച് ഓർത്ത് അവരാ രതിലീലകൾ ആടിയതൊക്കെ അങ്ങോട്ട് ആലോചിക്കും. കൃഷ്ണൻ ഓരോ കളിവചനങ്ങൾ പറയുന്നത് ആലോചിക്കും. കൃഷ്ണൻ ചുംബിക്കുന്നത് ആലോചിക്കും. കൃഷ്ണൻ രാധാജിക്ക് പൂജൂടി കൊടുക്കുന്നത് ആലോചിക്കും. കൃഷ്ണൻ രാധാജിയുടെ പാദം എടുത്തു വെച്ചിട്ട് ചരണ ചെഞ്ചാറ് പുരട്ടി കൊടുക്കുന്നത് അങ്ങോട്ട് ആലോചിക്കും. എന്നിട്ട് കൃഷ്ണൻ്റെ അതിമനോഹരമായ ഓടക്കുഴൽ വിളിയെക്കുറിച്ച് ആലോചിക്കും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? രാധാജിക്കങ്ങ് രോമാഞ്ചം ഉണ്ടാകും. ഓരോ രോമങ്ങളും എന്ത് ചെയ്യും? എഴുന്നു നിൽക്കും രാധാജിയുടെ ദേഹത്ത്. അതായത് തങ്ങൾ പലപ്പോഴും നികുഞ്ചങ്ങളിൽ പോയി സംഗമിക്കാറുണ്ട് രാധാജിയും കൃഷ്ണനും.
ആ നികുഞ്ചങ്ങളിലേക്ക് കൃഷ്ണൻ തന്നെയാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. ആ രാധാജിയെ നികുഞ്ചങ്ങളിൽ കയറ്റിയതിന് ശേഷം കൃഷ്ണൻ രാധാജിയെ ആലിംഗനം ചെയ്യും, ഗാഠമായി ചുംബിക്കും, ശരീരം മുഴുവനും തഴുകി ഉണർത്തും. അപ്പൊ വികാര മൂർച്ചയിലെത്തിയിട്ട് രാധാജി ചില സീൽക്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. നമ്മൾ പാമ്പ് ചീറ്റുന്നത് പോലെയുള്ള ചില ശബ്ദങ്ങൾ, ആ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ സീൽക്കാര ശബ്ദങ്ങൾ രതിമൂർച്ചയിൽ രാധാജി പുറപ്പെടുവിക്കും. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴേക്കും രാധാജി വീണ്ടും എന്തു ചെയ്യും? കൃഷ്ണൻ വരുന്നതും കൃഷ്ണൻ തനിക്ക് മനോഹര വാക്കുകൾ പറയുമ്പോഴത്തേക്ക് രോമാഞ്ചം ഉണ്ടാകും. അത് കഴിഞ്ഞ് നികുഞ്ചത്തിലെ രതിലീലകൾ ആലോചിക്കുമ്പോഴേക്കും രാധാജി സീൽക്കാര ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ കൃഷ്ണൻ തന്നെ കാണാൻ വരുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടം കൊണ്ട് രാധാറാണി പൊട്ടിക്കരയും. അപ്പോൾ പല പല ഭാവങ്ങളിലൂടെ രാധാറാണി കടന്നു പോവുകയാണെന്ന് കൃഷ്ണനെ അറിയിക്കുകയാണ്. രാധാറാണി വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് കൃഷ്ണ. രാധാറാണിയുടെ മാനസിക അവസ്ഥ നിന്നെക്കുറിച്ചുള്ള സമാഗമങ്ങൾ ആലോചിക്കുമ്പം രോമാഞ്ചം കൊള്ളും. ആ രോമാഞ്ചം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നികുഞ്ചത്തിലെ രതിലീലകൾ ആലോചിക്കുമ്പോഴേക്ക് സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോഴത്തന്നെ നിന്നെ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം സങ്കടം കൊണ്ട് പൊട്ടിക്കരയും. ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ്. എന്നു മാത്രവുമല്ല, രാധാജി ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. ആഹാരം കഴിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? രാധാറാണിക്ക് ശരീരബലം നഷ്ടപ്പെട്ടു കൃഷ്ണ. അങ്ങനെ ശരീരബലം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാധാറാണിക്ക് എന്ത് ചെയ്യാൻ വയ്യ? ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് രാധാറാണി പോയിരിക്കുന്നു. നിന്നെ ഓർത്താണ് കൃഷ്ണ ഈ ഒരു അവസ്ഥയിലേക്ക് ആരെത്തിച്ചേർന്നത്? രാധാറാണി എത്തിച്ചേർന്നത്. അപ്പൊ തളർന്നു പോയി രാധാറാണി. പിന്നീട് രാധാറാണി ആകട്ടെ അല്പം മനഃശാന്തി കിട്ടാൻ വേണ്ടി കണ്ണ ധ്യാനാവസ്ഥയിലിരിക്കും. നിന്നെ ഓർത്തുകൊണ്ട് ധ്യാനത്തിലിരിക്കും. അപ്പം നീ ഇങ്ങനെ മനോമുകുരത്തിൽ തെളിയും. അപ്പോൾ ഒരല്പം ശാന്തി കിട്ടും. പക്ഷെ ഒന്നും ശാശ്വതമല്ല കൃഷ്ണ. നീ കൂടുള്ളതുപോലെ ഒരിക്കലും ആകില്ലല്ലോ. ഇപ്പം നിങ്ങളുടെ കാമുകൻ അകലത്ത് പോയി കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. എങ്കിലും കാമുകൻ കൂടിരുന്ന് നെഞ്ചോട് വെക്കുന്ന ആ നിർവൃതി ഒരിക്കലും വരില്ലല്ലോ. പിന്നീട് കൃഷ്ണനിലങ്ങ് വല്ലാത്ത ഭ്രമം മൂത്തിട്ടങ്ങോട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ആരോഗ്യമില്ലാത്തത് കൊണ്ട് രാധാറാണി നിലത്ത് വീഴും. ആ നിലത്ത് വീണ് കിടക്കുന്ന രാധാറാണിക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. വീണ്ടും കൃഷ്ണനെ കാണാൻ വേണ്ടി എഴുന്നേക്കും. അങ്ങനെ കൃഷ്ണ രാധാറാണി എഴുന്നേൽക്കുന്നു, വീഴുന്നു, എഴുന്നേൽക്കുന്നു, വീഴുന്നു. ഇതൊക്കെ കേട്ടിട്ട് കണ്ണ നിനക്ക് മനസ്സലിവ് വരുന്നില്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് രാധാറാണി പറയുകയാണ്, രാധാറാണിയുടെ തോഴി പറയുകയാണ്, ഭയങ്കരമായ ഒരു അസുഖമാണ് ഇപ്പം രാധാജിക്ക് വന്നിരിക്കുന്നത് കൃഷ്ണ. ആ അസുഖത്തിൻ്റെ പേര് കാമജ്വരമെന്നാണ്. കാമജ്വരം പിടിപെട്ടിരിക്കുന്നു. ഇവിടെ കാമത്തിന് വെറും ബോഡി റിലേഷൻ എന്ന് മാത്രം അർത്ഥമെടുക്കരുത്. ഇവിടെ കാമമെന്ന് പറഞ്ഞാൽ പ്രണയം. ആ പ്രണയത്തിൻ്റെ ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന കാമം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കാമജ്വരം പിടിച്ചിരിക്കുന്നു കൃഷ്ണ. അത് ചികിത്സിച്ചു മാറ്റാൻ പറ്റും. ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത അസുഖമല്ല. പക്ഷെ അതിന് നല്ല വൈദ്യൻ വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ വൈദ്യൻ അശ്വനി ദേവന്മാരാണ്. പക്ഷേ അശ്വനി ദേവന്മാർക്ക് പോലും ഇത് പറ്റില്ല. സ്വർഗരാജ്യത്ത് ആർക്ക് എന്ത് അസുഖങ്ങൾ വന്നാലും ചികിത്സിച്ച് ഭേദമാക്കുന്നത് അശ്വനി ദേവന്മാരാണ്. പക്ഷേ ആ അശ്വനി ദേവന്മാർ വിചാരിച്ചാൽ പോലും ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല കൃഷ്ണ. കാരണം ഇതിൻ്റെ ഔഷധം, ഇതിൻ്റെ മരുന്ന് കണ്ണ നിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ കയ്യിലും ഇതിൻ്റെ മരുന്നില്ല. ഈ മരുന്നിൻ്റെ പേര് ശൃംഗാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലയോ കൃഷ്ണ, നീ ശൃംഗാരരസം എന്ന് പറയുന്ന ആ മരുന്ന് കൊടുക്കണം. അങ്ങനെ ശൃംഗാര പൊരുളെ, ഈ ശൃംഗാരരസം എന്ന് പറയുന്ന
ആ ഔഷധം കൊടുക്കാൻ ശൃംഗാര പൊരുളായ കൃഷ്ണനല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത്? നോക്കൂ കൃഷ്ണ, നീ ഈ മരുന്ന് രാധാറാണിക്ക് കൊടുത്തില്ല എങ്കിൽ രാധാറാണി ജീവൻ വെടിയും. അപ്പോൾ രാധാറാണിക്ക് പ്രണയം കത്തിജ്വലിച്ച് പ്രണയജ്വരമായി, പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ കാമജ്വരമായി, സ്വർഗലോകത്തെ ദേവന്മാർക്ക് വരെ ആ അസുഖം വന്നാൽ ചികിത്സിക്കുന്നത് അശ്വനി ദേവന്മാരാണ്. പക്ഷേ ആ അശ്വനി ദേവന്മാർ നിസ്സഹായരാ. കാരണം ഇവിടെ ഒരു പ്രത്യേക ഔഷധം രാധാറാണിക്ക് കൊടുത്താലേ പറ്റൂ. ആ ഔഷധത്തിൻ്റെ പേര് ശൃംഗാര രസമെന്നാണ്. ശൃംഗാര പൊരുളേ ശ്രീകൃഷ്ണ, നിനക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ രാധാറാണി ജീവൻ വെടിയും. അതുകൊണ്ട് കണ്ണ, നീ വേഗം വരൂ, രാധാജിയെ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിക്കൂ, എന്നിട്ട് രാധാറാണിയെ രതിയുടെ ഉന്നതങ്ങളിലെത്തിക്കൂ. അതാണ് പറയുന്നത്. കൃഷ്ണ, നീ വേഗം വാ. നീ വേഗം വന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ രാധാറാണിയെ നീ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. അങ്ങനെ ശുദ്ധമായ പ്രണയത്തിലൂടെ രതിയുടെ ഉന്നത ശ്രേണിയിൽ കൃഷ്ണ നീ എത്തിക്കണം. അങ്ങനെ മാത്രമേ കൃഷ്ണ രാധാറാണിയെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ ശരിക്കും രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം രാധാറാണി മനസ്സുകൊണ്ട് നിന്നെ കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും രാധാറാണിയുടെ ഓർമ്മയിലുണ്ട്. അപ്പം രാധാറാണി ഹൃദയത്തിൽ നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാധാറാണി നിന്നെ കാണുന്നു, പ്രണയരസം നുകരുന്നു, അല്ലെങ്കിൽ എപ്പോഴേ ജീവൻ വെടിഞ്ഞേനെ. ഇതാണ് ശുദ്ധമായ സ്നേഹമെന്ന് ജയദേവ കവി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കൃഷ്ണനെ കാണാത്തത് കൊണ്ട് മരണാസന്നയായി കിടക്കുകയാണ്. എങ്കിലും കൃഷ്ണൻ്റെ രൂപം ഹൃദയത്തിലുണ്ട്. പണ്ട് പകർന്നു കൊടുത്ത പ്രണയരസവുമുണ്ട്. അതിൻ്റെ നിർവൃതി ഉള്ളത് കൊണ്ട് രാധാറാണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഓർമ്മിക്കുക, ശുദ്ധ സ്നേഹം എപ്പോഴും സ്വാത്വിക ഭാവമാണ്. ശുദ്ധ സ്നേഹം എപ്പോഴും സ്വാത്വിക ഭാവമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ശുദ്ധ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ? 1 സ്തംഭ, 2 സേതോധ, രോമാഞ്ച, സ്വരഭംഗോധ, വേപതുഹ, വൈവാൻരാമശ്രു, പ്രളയാവിത്യാസ്ഥൗ സാത്വികമതാഹ്. ഇങ്ങനെയാണ് അതിൻ്റെ നിർവചനം. അതായത് എന്തൊക്കെയാണ് പറയുന്നത്? സ്വാത്വിക പ്രണയത്തിന് 1, സ്വാത്വിക പ്രണയം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് കാമമില്ലാതെ മനസ്സിൽ സ്നേഹം, പ്രണയം വന്നങ്ങും മൂടും. ആ പ്രണയത്തിൻ്റെ ഉന്നതാവസ്ഥയിൽ ഉദാത്തമായ രതി ഉണ്ടാകും. അത് സ്വാത്വിക ഭാവമാണ്. ആ സ്വാത്വിക ഭാവത്തിൽ എന്തൊക്കെ ഉണ്ടാകും? രോമാഞ്ചം ഉണ്ടാകും. ഇവിടെ രാധാറാണിക്ക് രോമാഞ്ചം ഉണ്ടായി. ഇവിടെ ജയദേവ കവി പറയുന്നത് രാധാറാണിയുടെ പ്രണയം സ്വാത്വിക ഭാവത്തിലുള്ള പ്രണയമാണെന്നാണ് പറയുന്നത്. ആ സ്വാത്വിക ഭാവത്തിലുള്ള പ്രണയമായതുകൊണ്ട് ആ സ്വാത്വിക ഭാവത്തിലുള്ള പ്രണയത്തിനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇതിനെ സ്വാത്വിക ഭാവത്തിലെ പ്രണയമെന്ന് വിളിക്കുന്നു എന്ന് പറയുകയാണ്. 1, രോമാഞ്ചം വേണം. സാത്വിക ഭാവത്തിൽ രാധാറാണിക്ക് കൃഷ്ണനെ ഓർത്ത് രോമാഞ്ചം ഉണ്ടാകുന്നു. പിന്നെ വൈവർണ്യം എന്ന് പറഞ്ഞാൽ നിറവ്യത്യാസം വരും. അതേ രാധാറാണി കൃഷ്ണനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് രാധാറാണിയുടെ നിറം പലപ്പോഴും മങ്ങിപ്പോയി, നമ്മുടെ സൗന്ദര്യം ഒന്ന് കുറയും. പിന്നെ അശ്രുക്കൾ വേണം, കണ്ണുനീര്. അതെ, കൃഷ്ണനെ ഓർത്തോർത്ത് രാധാറാണി എപ്പോഴും ഇങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വേദ, വിയർപ്പ് തുള്ളികൾ പൊതിയണം. രാധാറാണിയുടെ ദേഹത്ത് വിയർപ്പ് മണികൾ ഇങ്ങനെ എപ്പോഴും നിന്നെ ഓർത്ത് പൊതിയുന്നു. പിന്നെ വേപതു, വിറയൽ വേണം. കേട്ടോ, പലപ്പോഴും രാധാറാണി എന്ത് ചെയ്യുന്നു? വിറയൽ പൂണ്ടിട്ട്, ശരീരം വിറയൽ പൂണ്ടിട്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ തമ്മിൽ രാസലീല ആടിയ നികുഞ്ചങ്ങളിലൂടെ രാധാറാണി സഞ്ചരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും കൃഷ്ണ സ്വാത്വിക ഭാവത്തിലുള്ള പ്രണയമാണ് രാധാറാണിക്ക്. തോഴി മിടുക്കിയാണ്.
തോഴി പറയുകയാണ്, എൻ്റെ രാധാറാണിക്ക് സാധാരണ രീതിയിലുള്ള പ്രണയമല്ല നിന്നോട്, സാധാരണ ഗോപികമാർ നിന്നോട് കാണിക്കുന്ന പ്രണയമല്ല രാധാറാണിക്കുള്ളത്. രാധാറാണിക്കുള്ളത് സ്വാത്വിക ഭാവത്തിലെ പ്രണയമാണ് കൃഷ്ണ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്വാത്വിക ഭാവത്തിന് വേണ്ടുന്ന ഗുണങ്ങളുണ്ട്. ഗോപികമാർ നിന്നെ പ്രണയിക്കുമ്പോൾ അവർക്ക് ഇത്രയും ഭാവങ്ങൾ ഒന്നിച്ചു വരാറില്ല. ഒരു ഗോപികയ്ക്കും രോമാഞ്ചവും വൈവർണ്യം നിറവ്യത്യാസവും കണ്ണുനീരും വിയർപ്പുമണികൾ പൊഴിയക്കവും വേപതു വിറയലും ഇതൊന്നും ഒരു ഗോപികമാർക്കും ഉണ്ടാകില്ല. അതുകൊണ്ട് അവരുടേത് സാത്വിക ഭാവത്തിലെ സ്നേഹമല്ല. പക്ഷേ രാധാജിയുടേത് സാത്വിക ഭാവത്തിലെ സ്നേഹമാണ്. അതുകൊണ്ട് നീ നല്ലവണ്ണം ആലോചിക്കുക. രാധാജിയുടെ ശരീരം പോലും കാമജ്വരം കൊണ്ട് ചുട്ടുപഴുക്കുകയാണ്. ആ കാമജ്വരം തണുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പലപ്പോഴും ജലത്തിൽ മുക്കിയ താമര പൂക്കൾ കൊണ്ട് ശരീരം മുഴുവനും ഞങ്ങൾ പൊതിഞ്ഞു വെക്കാറുണ്ട് കൃഷ്ണ. എന്നിട്ടോ വിശറി എടുത്ത് ഞങ്ങൾ വീശിക്കൊടുക്കാറുണ്ട് കൃഷ്ണ. വിശറി കൊണ്ട് വീശിക്കൊടുക്കും. അങ്ങനെ ശരീരം തണുപ്പിക്കാൻ നോക്കും. പക്ഷേ കൃഷ്ണ ഒരു ഫലവുമില്ല. കാരണം നിന്റെ വിരഹത്തിൽ രാധാജിക്ക് കൈ പൊക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് കൃഷ്ണ നീ വന്ന് രാധാജിയെ കാണണം എന്നോട് സമ്മതിക്കണം. ഞാൻ വരാം തോഴി, നിന്റെ കൂടെ വന്ന് രാധാറാണിയെ കാണാം, അവക്ക് ശൃംഗാരരസം എന്ന ഔഷധം കൊടുക്കാം എന്ന് നീ പറയണം. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് രാധാജിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന്. അത്രയ്ക്ക് തീവ്രതയാണ്, ഗുരുതരാവസ്ഥയിലാണ് രാധാറാണി എന്നാണ് ഇവിടെ തോഴി പറയുന്നത്. തോഴി മിടുക്കിയാണ്. ഒരു തോഴി എപ്പോഴും തൻ്റെ യജമാനത്തിയുടെ ഹൃദയം യജമാനത്തി പറയുന്നതിനും അപ്പുറത്തേക്ക് കണ്ടു പറയണം. എന്നിട്ട് തോഴി പറഞ്ഞു, രാധാറാണി നിനക്ക് നിന്റെ രാധാജിയുടെ ഹൃദയം തന്നു കഴിഞ്ഞു കൃഷ്ണ. രാധാജിയുടെ ഹൃദയം നിനക്ക് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാധാജി പൂർണ്ണമായും നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു കൃഷ്ണ. നീ ആശ്രിത വത്സലനല്ലേ കൃഷ്ണ? നിന്നെ ആശ്രയിക്കുന്നവരെ നീ ഒരിക്കലും കൈവിടാറില്ലല്ലോ. ഇവിടെ രാധാറാണി തൻ്റെ ഹൃദയം നിനക്ക് നൽകി. അപ്പം നിന്നെ ആശ്രയിച്ചു. നിന്നെ ആശ്രയിക്കുന്നവരെ കൈവിടുന്നത് ശരിയല്ല കൃഷ്ണ. ആ അർത്ഥത്തിൽ നീ എന്ത് ചെയ്യണം? നിന്നെ ആശ്രയിച്ച രാധാറാണിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണനോട് പറയുകയാണ്, രാധാറാണിയെ രക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? നിന്റെ ചുമതലയാണ് കൃഷ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കൃഷ്ണ, രാധാറാണിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു, ശരീരം വിറയ്ക്കുന്നു, കരയുന്നു, ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേക്കുമ്പം വീണു പോകുന്നു, വീഴുന്നിടത്തുനിന്ന് വീണ്ടും എഴുന്നേക്കുന്നു, അപ്പോൾ വീണ്ടും വീണു പോകുന്നു, വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൃഷ്ണ നീ വരണം. രാധാറാണിക്ക് കാമജ്വരം എന്ന പ്രത്യേക അസുഖം പിടിപെട്ടിരിക്കുന്നു. ഇതിൻ്റെ മരുന്ന് ശൃംഗാരരസമാണ്. അപ്പോൾ ശൃംഗാര പൊരുള് കൃഷ്ണനാണ്. കൃഷ്ണന് മാത്രമേ ശൃംഗാരരസം പകർന്നു കൊടുക്കാൻ കഴിയൂ, മറ്റൊരാൾക്കും പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കെ, ശൃംഗാരരസം പകർന്നു കൊടുക്കാൻ ഹിന്ദുക്കളിൽ ഏത് ദൈവത്തിന് പറ്റും? നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ശൃംഗാരരസം പകർന്നു കൊടുക്കാൻ പറ്റില്ല. ഇത്രയുമാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ആ വരി ഞാൻ ഒന്നും കൂടെ നോക്കേ. സ രോമാഞ്ചതി, രോമാഞ്ചമുണ്ടാകുന്നു. സീൽ കരോതി, സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നു. വിലപദ്യുത്ത്, വിലപിക്കുന്നു. കമ്പതേ, കമ്പതേ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയ്ക്കുന്നു. താമ്യതി, താമ്യതി എന്ന് പറഞ്ഞാൽ രാധാജി തളർന്നു വീഴുന്നു. ധ്യായദ്യുത്, ധ്യാനത്തിലിരിക്കുന്നു. ഭ്രമതി, നിന്നിൽ ഭ്രമിക്കുന്നു. എന്നിട്ടോ പ്രമീലതി, രാധാറാണി കണ്ണുകളൊക്കെ ഇങ്ങനെ അടച്ചു തുറക്കുകയാണ് കൃഷ്ണ നിന്നെ ആലോചിച്ച്. എന്നിട്ടോ ഏതാവദ്യ തനുജ്വല, കണ്ടോ, പ്രമുദ്യതി
പിന്നെ ഏതാവദ്യ പ്രമുദ്യതി മൂർച്ഛത്യപി, മൂർച്ഛത്യപി മോഹാലസ്യപ്പെട്ട് വീഴുന്നു. ഏതാവത്യ തനുജ്വരേ, രാധാറാണിക്ക് ഇപ്പോൾ ശരീരത്തിൽ കാമജ്വരമാണ് പിടിച്ചിരിക്കുന്നത്. വരതനൂർ, ആ സുന്ദരി ജീവന് വേണ്ടി യാചിക്കുകയാണ്. കിം രസാത്, അതിനെന്താ വേണ്ടത്? ശൃംഗാരരസം വേണം. സ്വർവൈദ്യപ്രതിമ, ഇവിടെ അശ്വിനി ദേവന്മാരുടെ രൂപമായ കൃഷ്ണ, പ്രസീദസി, നീ രാധാജിയിൽ പ്രസാദിക്കണം. യതിത്യക്ത്യ അന്യാത് പരം, മനസ്സിലായ? യതിത്യക്ത്യ അന്യാത് പരം, അന്യത വെറുതെ, അതല്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ രാധാജിയെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണ, അതിൻ്റെ അനന്തരഫലം വളരെ വലുതാണ്, വളരെ ഗുരുതരമാണ്. അങ്ങനെ രാധാജിയുടെ അവസ്ഥയുടെ സമ്പൂർണ്ണ ചിത്രം വരച്ചിടുകയാണ്. രാധാജി രോമാഞ്ചം കൊള്ളുന്നു, രാധാജി വിലപിക്കുന്നു, രാധാജി കരയുന്നു, രാധാജി കൃഷ്ണനെ കാണാൻ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റിട്ട് നിലത്ത് വീഴുന്നു, വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുന്നു, ശരീരം വിറകൊള്ളുന്നു, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത വല്ലാത്ത അവസ്ഥയിലാണ് രാധാറാണി. പൊരുളേ, ശൃംഗാര പൊരുളേ കൃഷ്ണ, നിനക്ക് മാത്രമേ രാധാറാണിയെ രക്ഷിക്കാൻ പറ്റൂ. നീ അത് ചെയ്തില്ലെങ്കിൽ രാധാറാണി ജീവൻ വെടിയും. രാധാറാണിയുടെ ഹൃദയം നിനക്ക് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിന്നെ ആശ്രയിച്ച രാധാറാണിയെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്കാണ്. വേഗം വരൂ, രാധാറാണിയെ രക്ഷിക്കൂ. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നല്ലതുപോലെ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഞാൻ ഇന്ന് ഒറ്റ ശ്ലോകമേ എടുക്കുന്നുള്ളൂ, കാരണം ഇത് ഒരുപാടുണ്ട്. ഇനി രണ്ടാമത്തെ ശ്ലോകവും ഒരുപാടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ചായാൽ നിങ്ങൾക്ക് ആകപ്പാട് ആശയക്കുഴപ്പം വരും. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ശ്രീകല ഇത് പാടുന്നത് കേട്ടുകൊള്ളൂ. അപ്പം നമുക്ക് അടുത്ത വ്യാഴാഴ്ച രാധാജി അനുഗ്രഹിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. സാരോമാഞ്ചതി സീൽകരോതി വിലപദ്യുത്കമ്പതേ, താമ്യതി ധ്യായത്യുദ്ഭ്രമതി പ്രമീലതി പതദ്യുദ്യാദിമൂർച്ഛത്യപി. ഏതാവത്വതനുജ്വരേ വരതനുർജീവേന കിം തേ രസാത്. സ്വർവൈദ്യപ്രതിമ പ്രസീദസി യതി ത്യക്താന്യഥാന്യത് പരം.